ഒരു കാര്യം കേട്ടു, അതന്വേഷിച്ച് പോവാന്ന് കരുതി വന്നതാ. എവിടേക്കാ പോയത്? അറിയില്ല. എന്താ മോളെ ഇത്? അവൻ കൊച്ചു പയ്യനാ, കാണാനില്ലെന്ന് പറയാൻ. പുറത്തിരിപ്പുണ്ടല്ലോ ഒരുത്തൻ. അവൻ സുഭാഷുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? വഴക്കൊന്നുമില്ല. ഒരു ജോത്സ്യം വന്നതാ. ജോത്സ്യനോ? സുഭാഷേട്ടന്റെ ജാതകം ഒരു ജോത്സ്യൻ നോക്കിയായിരുന്നു. സുഭാഷേട്ടന്റെ ജാതകദോഷം കൊണ്ടാ ഇവിടെ ആർക്കും നല്ലത് നടക്കാത്തതെന്ന് പറഞ്ഞു. അത് സുഭാഷേട്ടന് വലിയ വിഷമായി. ഞങ്ങളെല്ലാരും സമാധാനിപ്പിച്ചതാ. പക്ഷെ സുഭാഷേട്ടനത് സഹിക്കാതെയായി. രാവിലെ എണീറ്റ് നോക്കുമ്പോ അതിങ്ങ് തന്നെ ഇങ്ങനൊരെടുത്ത്. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ വീട് വിട്ടുവെക്കോളാൻ. ഇവിടെ ഇരിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് നല്ല നടക്കാൻ പോകുന്നില്ല, ഞങ്ങൾക്കും അതെ. ഏട്ടാ, ഈ സമയത്ത് ഒന്നും പറയണ്ട. കേട്ടപ്പോ ഒരു വിഷമം തോന്നി, അതുകൊണ്ട് വന്നതാ. ജോലി ചെയ്ത സ്ഥലത്തൊക്കെ അന്വേഷിച്ചുവല്ലോ അല്ലേ? എല്ലായിടത്തും നോക്കി. പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട്. എന്റെ മോനെ താൻ എന്തോടോ ചെയ്തേ? ചേട്ടാ, കണ്ടില്ലേ, ഇവിടേക്ക് വരേണ്ടത് ഞാൻ പറഞ്ഞതല്ലേ. അപ്പോ കാര്യം അന്വേഷിച്ചിട്ട് മോശമാണെന്ന് നീയല്ലേ പറഞ്ഞേ? എന്നിട്ടിപ്പോ എന്തായി? ദിവസവും ജോലിക്ക് പോയി തിരിച്ചു വന്നുകൊണ്ടിരുന്ന എന്റെ മോൻ പെട്ടെന്ന് കാണാതെ പോയത് പിന്നെ എങ്ങനെയാ? നിങ്ങളൊക്കെ തന്നെ ആവും കാരണം. എന്തോ പറയുന്ന? ഈ വീട്ടിൽ ആകെയുള്ള ഒരു നല്ലവൻ അവനാ. അവനെ കാണാതെ പോയത് നാട്ടുകാർ പറഞ്ഞപ്പോ വന്ന് ചോദിച്ചു എന്ന് മാത്രം. അതിന്റെ പേരിൽ ഞങ്ങളുടെ മെക്കിട്ട് കയറണ്ട. വരണ്ടാന്ന് വെച്ചിട്ട് മനസ്സ് സമ്മതിച്ചില്ല. മനസ്സ് സമ്മതിച്ചില്ല, അതും നിന്റെ. അത് ഞാൻ വിശ്വസിക്കണം.